ഹായ് ഓൾ. അപ്പോൾ ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു നമ്മൾ ഗ്രൂപ്പ് ഒന്ന് നോക്കണം. ഇന്ന് രാവിലെ തന്നെ ഒരു അപ്ഡേഷൻ കൊടുത്തിരുന്നു. ഏകദേശം സൈഡ് വൈസ് ആയിരിക്കും ഞാൻ ഡൗൺ ട്രെൻഡിലേക്ക്, അതായത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ഉണ്ട് ഇൻട്രാഡേയിൽ. അതാണ് നമ്മളിന്ന് ചെയ്തത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ എല്ലാവരും ഇറങ്ങിയത്. അത് ഈവനിങ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നാളത്തെ ദിവസത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹൈയും ലോയും ഉണ്ടല്ലോ, അതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. 25.30 മുതൽ 25.50 മുതൽ 25.130 വരെ, അതായത് 25,050 മുതൽ 25,730 വരെയുള്ള റേഞ്ചിൽ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ മുകളിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പറഞ്ഞാൽ 25,200, 25,250. താഴത്തിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മളെ 24,950, 24,850. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടുള്ളത്. നാളെ ഇതിലേതെങ്കിലും ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടുള്ള റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ അതും നല്ലൊരു ലെവലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഡാറ്റ നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് ട്രേഡ് എടുക്കാം. കാരണം നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് ലോട്ട് സൈസ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന അത്ര എമൗണ്ട് മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ എപ്പോഴും. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലെവലുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം അതാ കുറച്ച് ദിവസത്തേക്കും കൂടി നല്ലത്. ഒരു 4-5 ദിവസം കൂടി, ഈ അടുത്ത ആഴ്ചയും കൂടി നിങ്ങൾ ഗ്രൂപ്പ് ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ചിട്ടേക്ക് നമ്മൾ മിക്കവാറും നാളെ ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഈ ലെവലുകളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. കാരണം നാളെ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതായത് 25 ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ താഴത്തേക്ക് 24,950, 24,850. മുകളിലേക്ക് 25,200, 25,250. 25,130 ഇന്നത്തെ ഹൈ ആയിട്ട് എടുക്കാം നമുക്ക്. പിന്നെ 25,050 ഇന്നത്തെ ലോ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒരു റേഞ്ചായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം നാളത്തെ ട്രേഡിങ്. ഓക്കെ, അപ്പോൾ നാളെ ഗ്രൂപ്പിൽ കാണാം. ഓക്കെ.